പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കിഡിലും ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഒരു ഇക്വേഷന്റെ ഫാക്ടർ ആണ് x+2 എന്ന് പറഞ്ഞാൽ മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ. ഈ കാണുന്നിടത്ത് -2 കൊടുത്താൽ 0 കിട്ടും. എക്സിന് -2 കൊടുത്താൽ എന്തായി? -2 + 2 0 ആയി. അപ്പോൾ -2 കൊടുത്താൽ 0 ഇട്ടെങ്കിൽ P of -2 = 0 ആയിരിക്കും. x+2 ഫാക്ടർ ആണെങ്കിൽ P of -2 = 0. x-2 ഫാക്ടർ അഥവാ ഘടകമാണെങ്കിൽ P of +2 = 0. അപ്പോൾ ഇവിടെ എന്താണോ വരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കൊടുത്താൽ എന്ത് കിട്ടും? 0 കിട്ടും. അതാണ് കണ്ടീഷൻ. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആൻസർ കൊടുക്കാം. എക്സിന്റെ സ്ഥാനത്ത് -2 കൊടുത്തു. -2² പ്ലസ് m × -2 പ്ലസ് 18 = 0. അപ്പോൾ -2² എന്നാൽ 4, m × -2 എന്നാൽ -2m പ്ലസ് 18 = 0. 18 4 22 -2m അങ്ങോട്ടാൽ 2m = 22. സോ m = 11. എമ്മിന്റെ വാല്യൂ 11 കിട്ടും. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? x² പ്ലസ് 11x പ്ലസ് 18 എന്ന് കിട്ടും. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ദ അതർ ഫാക്ടർ ഓഫ് ദിസ് പോളിനോമിയൽ. ഒരു പണിയില്ല, 2 നമ്പറുകൾ കൂട്ടിയാൽ 11 കിട്ടണം. ഇവിടെ ഓൾറെഡി 2 ആണെന്ന് അറിയാം. സോ 2നോട് എത്ര കൂട്ടിയാലാ 11 കിട്ടുക? x+2 × x+9 ആൻസർ ആയി. 2 + 9 11 ആയിരിക്കും. 2 + 9 എപ്പോഴും ഉള്ള നമ്പർ ആയിരിക്കും. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ x² മൈനസ് mx പ്ലസ് 6 x-3 ഫാക്ടർ ആണ് എങ്കിൽ എമ്മിന്റെ വില എത്ര? നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസാദ് ലേണിംഗ്. ബൈ.